എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്ലാസ്സുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ഇനി +1 പ്രവേശന സമയത്ത് നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ SSLC പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അടുത്ത +1 പ്രവേശന സമയത്ത് ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചു വെക്കുക. അതായത് പല വിദ്യാർത്ഥികളും ചിലപ്പോൾ +1 ആ ഒരു പ്രവേശന സമയത്ത്, അലോട്ട്മെൻറ്റ് സമയത്തായിരിക്കും ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൺഫ്യൂഷൻ ആവാറുള്ളത്. അതായത് ചിലപ്പോൾ ചില വിദ്യാർത്ഥികൾ കൊമേഴ്സ് കിട്ടിയാൽ പറയും സയൻസ് ആണ് വേണ്ടത്, സയൻസ് കിട്ടിയാൽ പറയും ഹ്യൂമാനിറ്റീസ് ആണ് വേണ്ടത്. ഈ ഒരു രീതിയിലാണ് പല വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനം ഏത് കോഴ്സാണ് കിട്ടുന്നത് അത് പഠിക്കുന്ന ആ ഒരു രീതിയിലാണ് വിദ്യാർത്ഥികൾ വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. അത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ജയിക്കുമോ, അല്ലെങ്കിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതായത് 3 തരത്തിലാണ് പ്രധാനമായിട്ടും കോഴ്സ് ഉള്ളത്. അതായത് ഒന്നാമത്തേത് സയൻസ് ആണ്, സയൻസ് ഗ്രൂപ്പാണുള്ളത്. അടുത്തതായിട്ടുള്ളത് കൊമേഴ്സ് ഗ്രൂപ്പാണ് അടുത്തതായിട്ടുള്ളത്. അതിനുശേഷമുള്ളത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകളാണ് സാധാരണ ഈ ഒരു +1 പ്രവേശനത്തിലുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിൽ തന്നെ വിവിധ കോമ്പിനേഷനുകളിൽ മാറ്റമുള്ള കോഴ്സുകളുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ സയൻസ് ഗ്രൂപ്പിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോളജി സയൻസ് ഉണ്ട്. ബയോളജി സയൻസിന് ബയോമാക്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ബയോളജി സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് കോമ്പിനേഷനിൽ മാറ്റമുള്ള കോഴ്സുകളുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് പോലുള്ള കോഴ്സുകളും ഉണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ കോഴ്സുകളിലും, അതായത് ഓരോ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു കോഴ്സ് കോമ്പിനേഷൻ്റെ പേര് മാറും. അപ്പോൾ ഇതേ രീതിയിലാണ്, അതായത് കമ്പ്യൂട്ടർ കൊമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്. ഈ ഒരു രീതിയിൽ കോഴ്സുകൾ അതിലെ കോമ്പിനേഷൻ മാറ്റം അനുസരിച്ച് ആ ഒരു കോഴ്സിൻ്റെ പേരും മാറുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുക എന്ന കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കുക. അതായത് പ്രധാനമായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് മാത്രമാണ്: സയൻസ് ആണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ പഠിക്കേണ്ടതെന്നുള്ള തീരുമാനിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു +2വിന് ശേഷം നിങ്ങൾക്ക് എന്താണ് പഠിക്കാൻ താല്പര്യം ഉള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ചില വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ആവാനായിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും, അതായത് സയൻറ്റിസ്റ്റ് ഒക്കെ ആവാനായിട്ടായിരിക്കും താല്പര്യമുണ്ടാവുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ പിന്നീട് +2വിന് ശേഷം പഠിക്കാനാണ് താല്പര്യം ഉണ്ടാവുക. അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾക്ക് ബാങ്കിങ് മേഖലകളിലായിരിക്കും താല്പര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡിലായിരിക്കും താല്പര്യമുണ്ടാവുക. അപ്പോൾ അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനായിരിക്കും, അതായത് അധ്യാപകനാകാനായിരിക്കും താല്പര്യമുണ്ടാവുക. അതായത് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും പലതരത്തിലുള്ള ടേസ്റ്റ് ആയിരിക്കും. ഏത് കോഴ്സ് പഠിക്കണമെന്നുള്ളത് സംബന്ധിച്ച് പല വിദ്യാർത്ഥികൾക്കും പല രീതിയിലായിരിക്കും ചിന്തയുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എന്താവണം എന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കുക. ഒരു ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആവണം. അപ്പോൾ ഇങ്ങനെ അതായത് മെഡിക്കൽ കോഴ്സുകൾ ആയിട്ടുള്ള ആ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിംഗ് മാത്രം ആവണം, ഒരു വിദ്യാർത്ഥിക്ക് ഡോക്ടർ ആവണം. അപ്പോൾ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡും താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ സയൻസ് ഗ്രൂപ്പിൽ തന്നെയുള്ള ബയോളജി സയൻസ് ആണ് എടുക്കേണ്ടത്. അത് ബയോമാക്സ് എന്ന് പറയും. അപ്പോൾ ബയോളജി സയൻസ് ആണ് ആ ഒരു വിദ്യാർത്ഥി എടുക്കേണ്ട സബ്ജക്റ്റ്. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി മാത്രമേ വേണ്ടുവെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി കമ്പ്യൂട്ടർ സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് എന്നിവ അടങ്ങിയിട്ടുള്ള ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു അക്കൗണ്ടിംഗ് ആണ് പഠിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകളോടാണ് താല്പര്യമുള്ളത്. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി കെമിസ്ട്രി അല്ല കൊമേഴ്സ് പഠിക്കാവുന്നതാണ്. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് മലയാളം അധ്യാപകനാകണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകനാകണം. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഹ്യൂമാനിറ്റീസ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഈ ഒരു SSLC പരീക്ഷ, അതായത് SSLC അല്ല +2വിന് ശേഷം പഠിക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവാൻ താല്പര്യം ആ ഒരു കാര്യം ആവണമെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം എന്ന കാര്യം അന്വേഷിച്ച് ആ ഒരു കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നതിനുള്ള കാരണം, ഈ ഒരു അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാകും. ഏത് സയൻസ് എടുക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇതാണ് പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നത്, ഓൻ അതാണ് സെലക്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ അത് തന്നെ സെലക്ട് ചെയ്താൽ മതിയോ എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ സുഹൃത്ത് ഏത് കോഴ്സ് പഠിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. കാരണം ചിലപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചിട്ടായിരിക്കില്ല നിങ്ങളുടെ അഭിരുചി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആവാൻ താല്പര്യം അതിനനുസരിച്ചാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ
അപ്പോൾ വിവിധ കോഴ്സ് കോമ്പിനേഷനുകൾ നിലവിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് കോഴ്സ് കോമ്പിനേഷനുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ +1 പ്രവേശനത്തിനുള്ള വെബ്സൈറ്റാണിത്. അപ്പോൾ HSCAP എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ നിങ്ങൾക്ക് കാണാം. ഏകദേശം കോഴ്സ് കോമ്പിനേഷൻ 46ഓളം കോഴ്സ് കോമ്പിനേഷനാണുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് കോമ്പിനേഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ് ഉണ്ട്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ജിയോഗ്രഫി, മാത്സ് വരുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പലതരത്തിൽ, അതായത് ഏകദേശം 9ഓളം കോഴ്സ് കോമ്പിനേഷനുകൾ സയൻസ് വിഷയത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂളുകളനുസരിച്ചും ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും കോഴ്സായിരിക്കും ഉണ്ടാവുക. സാധാരണ അധിക സ്കൂളുകളിലും ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നിവ അടങ്ങിയിട്ടുള്ള ആ ഒരു കോഴ്സ് കോമ്പിനേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തുടർ പഠനം ആണ് ഈ ഒരു +2 ശേഷം ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് ഡോക്ടർ, എഞ്ചിനീയർ ഇതുപോലുള്ള മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഫാർമസി ഫീൽഡുകളിലാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട കോഴ്സാണ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവ അടങ്ങിയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ബയോളജി സയൻസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബയോളജി സയൻസ് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൊമേഴ്സ് അതുപോലെ ഹ്യൂമാനിറ്റീസ് എന്നിവ എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള കോഴ്സുകളും പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതായത് ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ +2 ശേഷം എന്ത് ജോലി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആ ഒരു കോഴ്സ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.